ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ്. സദഖല്ലാഹു മൗലാനൽ കരീം. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ റമദാനിൻ്റെ രാത്രികളിൽ നരകത്ത് നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന തക്കായിലും തുലക്കായിലും റബ്ബ് താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇഷ്ടക്കാരെയും ഭാര്യ സന്താനങ്ങളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും ഒക്കെ റബ്ബ് താല അവൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ലോകം ഇന്ന് യുദ്ധം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ സന്ദർഭത്തിൽ ലോകത്ത് മുഴുവൻ ഭയത്തോടുകൂടെ കാണുന്ന യുദ്ധം, അത് ലോകയുദ്ധമായി മറ്റു രാഷ്ട്രങ്ങളിലേക്കും ലോകത്തിലേക്കും മുഴുവൻ വ്യാപിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലാണ് ലോകം നിലനിൽക്കുന്നത്. യുദ്ധമെന്ന് പറയുന്നത് ഏതായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാശം മാത്രം ഉണ്ടാക്കുന്ന, ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ജിഹാദ്, ഇസ്ലാമിൻ്റെ യുദ്ധം, ബദർ എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു യുദ്ധമേ അല്ല. ഈ ലോകത്ത് ഇന്ന് അമേരിക്കയും അതേപോലെ ലോകരാഷ്ട്രങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ ഗസ്വത്ത് ബദറുൽ കുബറ എന്ന് പേരിങ്ങനെ കേൾക്കുമ്പോൾ വലിയ യുദ്ധം എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ, നമ്മളുടെ മനസ്സിൽ അങ്ങനെ വരിക. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ യുദ്ധം എന്ന് പറയുന്നത് ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം അത്തരമൊരു കാര്യമേ അല്ല. അല്ലാഹു തആല നേർമാർഗത്തിലേക്ക് അവൻ്റെ പടപ്പുകളെ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് അയച്ചു. അർസല റസൂലഹു ബിൽ ഹുദാ വ ദീനിൽ ഹഖ്. അവസാനം അന്ത്യപ്രവാചകരായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർമാർഗവും സത്യദീനുമായിട്ട് അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചു. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ദൗത്യം എന്താണ് റസൂലുള്ള ഭൂമി ലോകത്ത് ചെയ്തത്? അതും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളൗ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത്ത് അലൈഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പണി എന്താ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. മ്ലേച്ഛമായ വസ്തുക്കളൊക്കെ ഹറാമാക്കുക, നല്ല വസ്തുക്കളൊക്കെ അനുവദിച്ചു കൊടുക്കുക, ഹലാലാക്കി കൊടുക്കുക. വയളൗ അൻഹും ഇസ്റഹും. ജനങ്ങൾ കാലാകാലമായി പരമ്പരാഗതമായി ഭരണകൂടത്തിൻ്റെ ചൂഷണത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ ചൂഷണത്തിൻ്റെ പേരിൽ പലവിധ ജാതീയമായ, മതപരമായ, വർഗീയമായ പലവിധ അടിമത്തത്തിൻ്റെ കീഴിൽ അവർ ചുമക്കുന്ന ഭാരങ്ങളെയൊക്കെ ഇറക്കി വെക്കാനും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയുടെ അടിമത്തത്തിൻ്റെ കുടുക്ക് ചങ്ങലകളെ മുഴുവൻ പൊട്ടിച്ചെറിയുവാനുമാണ് അല്ലാഹു തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്. ഇതാണ് റസൂലുള്ളാഹിന്റെ ദൗത്യം. അല്ലാതെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന പരിമിതമായ ഇബാദത്തുകളിൽ ചുരുക്കിക്കൊണ്ടല്ല അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചത്. ഇത് ലോകത്ത് നടക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു തആല പറയുന്നു, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളൈഫു. ഭൂമി ലോകത്ത് അടിച്ചമർത്തപ്പെട്ട ദുർബല വിഭാഗങ്ങൾ, പാണന്മാര്, പറയന്മാര്, ചെറുമക്കള്, ഈഴവന്മാര്, ഇതേപോലെയുള്ള ലോകത്ത് ഒരുപാട് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെ അവരെ അല്ലാഹു തആല അവർക്ക് അനുഗ്രഹം ചെയ്യണമെന്നും വനജഅലഹും അഇമ്മത്തൻ, അവരെ അധികാരികൾ, ഭരണാധികാരികളാക്കണമെന്നും വനജഅലഹുൽ വാരിസീൻ, അവരെ ഭരണത്തിന്റെ അനന്തരാവകാശികളാക്കണമെന്നും വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്നും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. ഇതാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ അയച്ചതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ലോകത്ത് അതൊക്കെയാണ് നടന്നിരുന്നത്. നമുക്കിപ്പോൾ അതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ
കഴിഞ്ഞ 9-ാം തീയതി തൃശ്ശൂർ പോയപ്പോൾ 1700 റുപ്യ കൊടുത്തൊരു ബുക്ക് വാങ്ങി. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നാണ് അതിൻ്റെ പേര്. അദ്രാമാനിക്കൊക്കെ വിചാരിച്ച് വലിയ കിതാബായിരിക്കും 1700 റുപ്യൊക്കെ കൊടുക്കണമെങ്കിൽ. ഇപ്പോൾ മലയാളത്തിലുള്ളൊരു പുസ്തകമാണ് ഈ പറയുന്നത്. എന്താ ഗോവിന്ദൻ ഉണ്ണീന്നോ എന്താണ് അയാളുടെ പേര്, അയാൾ എഴുതിയൊരു പുസ്തകമാണ് 19-ാം നൂറ്റാണ്ടിലെ കേരളം. അതിന് മാത്രം പേജുള്ളത് കൊണ്ടാണ് അതിന് അത്ര വിലയായത്. ഏതാവട്ടെ, അതിൽ കുറച്ചേ ഞാൻ വായിച്ചിട്ടുള്ളൂ, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒന്നും വായിച്ചു തീർക്കാൻ 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് തീരൂല, അത്ര വലിയ ബുക്കാണ്. ഏതാവട്ടെ, ആ പുസ്തകത്തിൽ വായിച്ചാൽ വായിച്ച ഭാഗത്തോളം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മുമ്പത്തെ നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് 100 കൊല്ലം മുമ്പ് എന്തായിരുന്നു കേരളം, എന്തായിരുന്നു ഇവിടുത്തെ ഈഴവന്മാര്, എന്താണ് തീയന്മാര്, എന്താണ് നായന്മാര്, എന്താണ് മുസ്ലിങ്ങൾ, എന്തായിരുന്നു ഇവിടുത്തെ ജീവിതത്തിന്റെ നിലവാരം, ഇത് ആ പുസ്തകം ഒരൊറ്റ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തി വെച്ചൊരു പുസ്തകമാണത്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് അത്ര ആധികാരികത കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതായിരുന്നു നമ്മുടെ ലോകം. ആ നിലയിലുള്ള പാവപ്പെട്ട ദുർബല വിഭാഗങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമെന്നും അവർക്ക് ഭരണാധികാരം നൽകണമെന്നും അവരെയൊക്കെ ഉന്നതന്മാരാക്കി തീർക്കണമെന്നും ഒരു ചെറുമന് 1848 സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 100 കൊല്ലം മുമ്പ് മലബാറിൽ ഒരു ചെറുമന്റെ വില 1 ഉറുപ്പികയായിരുന്നു. അടിമകളാണ്. ഇങ്ങനെ ചന്തയില് ഒന്നായിട്ട് കൊയലുമെന്ന ചന്തയിലൊക്കെ പോത്തുകളെ ഒന്നായിട്ട് ഇങ്ങനെ കയറിലിട്ട്, ഒരു കയറിൽ കുറെ പോത്തുകളെ കെട്ടിക്കൊണ്ടുവരൂലേ, എന്ന പോലെ കയറിൽ കെട്ടിക്കൊണ്ടുവരിക ഈ ചെറുമക്കളെ. എന്നിട്ട് അവരെ വില പറഞ്ഞ് വിൽക്കുകയാണ്. ഒരാണിന്റെ വില, ഒരു ചെറുമന്റെ വില 1 ഉറുപ്പികയായിരുന്നു കൂടിയ വില എന്ന് മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ചെറുമക്കളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരാണ്? ഇന്ന് ചെറുമക്കൾ അടിമകളാണോ? അല്ല. ആരാണ് ഈ ചെറുമക്കളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്? ഹിന്ദു മതമാണോ? ക്രിസ്തു മതമാണോ? ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഇതാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചത്. ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ദുർബല വിഭാഗങ്ങളെ മനുഷ്യനാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യത്തെ തുടക്കമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിനാണ് ബദർ യുദ്ധം നടത്തിയത്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്കുമുള്ള മാറ്റത്തിന് വേണ്ടി ലോകത്തുണ്ടായ ഏറ്റവും ആവേശപരമായ ഒരു വിപ്ലവമാണ്, ഒരു മുന്നേറ്റമാണ് ബദർ എന്ന് പറയുന്നത്. ആരാണ് അവിടെ എതിരാളികൾ? ഇന്നത്തെ ട്രംപ്, ഇന്നത്തെ നെതന്യാഹു, ഇന്നത്തെ ഖത്തറിലെ ഷെയ്ഖ്, ഇന്നത്തെ സൗദി അറേബ്യയിലെ രാജാവ് അബൂജഹല്, ഖുത്ബത്ത്, ഷൈബത്ത്, ഇതിന്റെ ഒക്കെ പേര് മാറിയതായി ഈ പറയുന്ന ചൈത്താന്മാരൊക്കെ. അത്രേ ഉള്ളൂ, പേര് മാറിയിട്ടേ ഉള്ളൂ. ഇവരൊക്കെ തന്നെയായിരുന്നു അന്നും ഭരണത്തിലുണ്ടായിരുന്നത്. അവരെ ഇല്ലാതാക്കിക്കൊണ്ടല്ലാതെ, അവരെ തകർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് അള്ളാഹു തആല അത്തരമൊരു സമൂഹത്തെ വാർത്തെടുത്തത്. നിങ്ങൾ നോക്കുക, മഹാനായി റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രാകൃതനായ ഒരു അറബി ഉണ്ടായിരുന്നു. ഒരു പ്രാകൃതൻ, ആകെ ഒരു വസ്ത്രം മേലെ കൂടെ ചുറ്റിക്കെട്ടിയ ഒരു പ്രാകൃതനായ അറബി. പാൻറില്ല, ഷർട്ടില്ല, കോട്ടില്ല, തലയിൽ തൊപ്പിയില്ല, അങ്ങനത്തെ ഒരു പ്രാകൃതനായ ഒരു അറബി ലോകത്തെ അന്നത്തെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അരികിലൊരു വാളും തൂക്കിയിട്ട് കയറിപ്പോകുന്ന ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പേർഷ്യൻ ചക്രവർത്തി ഇന്നത്തെ വൈറ്റ് ഹൗസ് ആണ്. ആ വൈറ്റ് ഹൗസിലെ രാജാവിന്റെ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഈ പ്രാകൃതനായ റിബീഇ ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി കയറി ചെല്ലുന്നുണ്ട്. വലിയ നീണ്ട കഥയാണ്, ഞാൻ ആ അവസാന ഭാഗം മാത്രം പറയട്ടെ. റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഈ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിയിട്ട്, ലോകത്തെ കിടുകിട വിറപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ സൈനിക മേധാവിയായ റുസ്തം എന്ന് പറയുന്ന സൈനിക മേധാവി ആ രാജദർബാറിലുണ്ട്. ആ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് ഈ പ്രാകൃതനായ, ശരീരം മുഴുവൻ മറയ്ക്കാൻ വസ്ത്രം പോലുമില്ലാത്ത പ്രാകൃതനായ ഒരു അറബി റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങള് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലാഹു അർസലന. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ അല്ലാഹു അർസലന, അല്ലാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചത് എന്നാണ്. ആരുടെ മുമ്പിലായി പറയുന്നത്? ഇന്നത്തെ ട്രംപിന്റെ മുമ്പിൽ പോയിട്ട് ഈ പ്രാകൃതനായ ഒരു അറബി റിബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അർസലന, അല്ലാഹുവാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്.
ലിയുഖ്രിജ മൻ യശാഉ മിൻ ഉബൂദിയത്തിൽ മഖ്ലൂഖി ഇലാ അബ്ദിയത്തിൽ ഖാലിഖി. സൃഷ്ടികൾക്കുള്ള അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിനോടുള്ള അടിമത്തത്തിലേക്ക് ജനങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കണം. സൃഷ്ടികൾക്കുള്ള അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിനോടുള്ള അടിമത്തത്തിലേക്ക് ജനങ്ങളെ മോചിപ്പിക്കാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ദുനിയാവിന്റെ കുടിസിൽ നിന്ന്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സ്വാതന്ത്ര്യമില്ലായ്മ, സാഹോദര്യമില്ലായ്മ, സാമ്പത്തിക പരാധീനത, ഈ നിലയിൽ ചൂഷണം ചെയ്യപ്പെട്ട അടിച്ചമർത്തപ്പെട്ട പാവങ്ങളായ ഈ മനുഷ്യരെ ദുനിയാവിന്റെ കുടിസിൽ നിന്ന് ഈ ദുനിയാവിന്റെ വിശാലതയിലേക്ക് അവരെ കൊണ്ടുപോകാനും, മതങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന്, മതങ്ങൾ ക്രിസ്തുമതമാവട്ടെ, ജൂതമതമാവട്ടെ, ഹിന്ദുമതമാവട്ടെ, പാവപ്പെട്ട മനുഷ്യരെ മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന, ദൈവത്തിന്റെ ആളുകളായി സ്വയം നടിച്ച് പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന അത്തരം ആ ചൂഷിതരായ ആളുകളുടെ മതത്തിന്റെ ചൂഷണത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് അതിരിൽ ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് റബീഅ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങള് പേർഷ്യൻ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ രാജാവും രാജദർബാറും തരിച്ചങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ സമയത്താണ് ആ സൈനിക തലവനായ റുസ്തം എണീറ്റ് നിന്നുകൊണ്ട് സദസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമി ലോകത്ത് ഇതിനേക്കാൾ ആണത്തമുള്ള ഒരു സംസാരം നിങ്ങൾ ഇതിന്റെ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന്. അതാണ്, ആണത്തമുള്ളവരായിരുന്നു മുസ്ലിമീങ്ങള്. ആ ആണത്തമാണ് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ആധിപത്യം നൽകിയത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ആത്മീയ സാമ്രാജ്യവും 20-ലധികം രാഷ്ട്രീയ സാമ്രാജ്യങ്ങളെ ഒന്നിച്ച് ഭരിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണത്തിലേക്ക് ഈ ലോകത്തെ എത്തിക്കാൻ കഴിഞ്ഞത് ആണത്തമുള്ള മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മതത്തിന്റെ ചൂഷണം, മതത്തിന്റെ പേരിലുള്ള ചൂഷണം, ലോകത്ത് മതമാണ് ഏറ്റവും വലിയ അക്രമം. ലോകത്ത് ചെയ്ത അക്രമങ്ങളൊക്കെ മതമാണ് ചെയ്തത്. ഇത് യുക്തിവാദികൾ മറ്റുള്ളവരും പറയുമ്പോൾ നമ്മൾ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. ലോകത്ത് നടന്ന മുഴുവൻ അക്രമങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ മതങ്ങളായിരുന്നുവെന്ന് കാണാൻ അധികമൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെയും മതത്തിൽ അധിഷ്ഠിതമായ ചൂഷണ ഭരണത്തിൻ്റെയും നുകത്തിനു കീഴിൽ നെരിഞ്ഞമർന്നിരുന്ന യൂറോപ്പിലെ ജനവിഭാഗങ്ങൾ, അവർക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഫ്രാൻസ്, ജർമ്മനി എന്നൊക്കെ പറയുന്ന ആ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അവിടെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ ഈ സന്ദേശം അവർ കേൾക്കുകയാണ്. സമത്വം, എല്ലാ മനുഷ്യരും ജന്മം കൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. ആ സാഹോദര്യ ബോധം, ആ സമത്വം, ആ നിലയിലുള്ള സ്വാതന്ത്ര്യം, ഇത് ഇസ്ലാം ലോകത്തിന് നൽകിയ വലിയൊരു ജിഹാദാണ്. ഇതാണ് ഇസ്ലാമിന്റെ ജിഹാദ്. ഈ ജിഹാദ് ലോകത്ത് ആദ്യമായി, യൂറോപ്പിൽ ആദ്യമായി ജിഹാദ് പൊട്ടിപ്പുറപ്പെട്ടത് ഫ്രാൻസിലാണ്. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് 1789 ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് അവരാവശ്യപ്പെട്ടത്? ഒന്നാമതായി വേണ്ടത് സാഹോദര്യം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമത്വം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, അതിനുവേണ്ടിയാണ് ഫ്രാൻസിൽ ഫ്രഞ്ച് ജനങ്ങളാകമാനം ഭരണകൂടത്തിനെതിരിൽ, ക്രിസ്തീയ ഭരണകൂടത്തിനെതിരിൽ, ക്രൈസ്തവ ഭരണകൂടത്തിനെതിരിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. എന്താണ് ക്രിസ്തു മതത്തിലെ പൗരോഹിത്യവും ഭരണാധികാരികളും കൂടി ചെയ്തതെന്താ? ക്രിസ്തീയ ഭരണാധികാരികൾ 67 ലക്ഷം ആളുകളെ കൊന്നു. 300 കൊല്ലം മുമ്പാണ്. ലോക ജനസംഖ്യ വളരെ പരിമിതമാണ്. എത്ര ആളെ കൊന്നത്? 66 ലക്ഷം ആളുകളെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പേരിൽ, സ്വാതന്ത്ര്യം ചോദിച്ചതിന്റെ പേരിൽ, സമത്വം ചോദിച്ചതിന്റെ പേരിൽ
സാഹോദര്യം ചോദിച്ചതിൻ്റെ പേരിൽ കൊന്നു. ഇവിടം കൊണ്ട് തീർന്നില്ല. 1917 ഇതേ ലക്ഷ്യവുമായിട്ട് ക്രൈസ്തവ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾക്കെതിരിൽ, ക്രൈസ്തവ പൗരോഹിത്യത്തിനെതിരിൽ റഷ്യയിലെ ജനങ്ങൾ 1917 ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിപ്ലവം ആരംഭിച്ചു. റഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടും. അത് നയിച്ച ആളാണ് ലെനിൻ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര്. എന്താ ഉണ്ടായത് നിങ്ങൾക്കറിയോ? ആ ക്രൈസ്തവ ഭരണകൂടം കൊന്നത് 1 കോടിയിലേറെ ആളുകളെയാണ്. 1 കോടിയിലേറെ ആണുങ്ങളെ കൊന്നാൽ ആ രാജ്യത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി. കൊല്ലപ്പെടുന്നവരാരാണ്? ആണുങ്ങളാണ്. അപ്പോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കാണാനുള്ള പൂതി കൊണ്ട്, ഒരാണിനെന്ന് കാണാനെങ്കിലും കിട്ടാനുള്ള പൂതി കൊണ്ട് പെണ്ണുങ്ങൾ വീട്ടിന്റെ മുമ്പിലൊക്കെ ബോർഡ് വെച്ചത്രേ, വാണ്ടട്ടെ ഈവനിങ് ഗസ്റ്റ്, എൻ്റെ വീട്ടിലേക്ക് ഒരാണിനെ രാത്രി ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കും എന്ന് പെണ്ണുങ്ങൾ ബോർഡ് വെച്ച കാലം. ഇത്ര വലിയ അതിക്രമം ചെയ്തത് ആരാ? മുസ്ലിങ്ങളാണോ? ഇതിലൊന്നും മുസ്ലിങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ ആരെയും കൊല്ലാൻ മുസ്ലിമീങ്ങൾ നിന്നിട്ടില്ല. റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടായിട്ടില്ല. തീർന്നില്ല. ഓരോ രാഷ്ട്രങ്ങളും തമ്മിലുള്ള അവരുടെ ആയുധ ബലം പരിശോധിക്കാനുള്ള റഷ്യൻ ചേരി ഒരു ഭാഗത്ത്, അമേരിക്കൻ ചേരി, സാമ്രാജ്യത്തെ ചേരി മറുഭാഗത്തായിട്ട് ആയുധ പരീക്ഷണം നടത്തിയിട്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ യുദ്ധമാണ് 1-ാം ലോക മഹായുദ്ധം. 1914 മുതൽ 19 വരെ എത്ര ആളാ കൊല്ലപ്പെട്ടതറിയോ? 4 കോടി പുരുഷന്മാരാ കൊല്ലപ്പെട്ടത്. 4 കോടി. 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആണുങ്ങൾ 4 കോടിയാണ്. അതിന്റെ പേരിലുണ്ടായ നാശനഷ്ടങ്ങള് തീർത്താ തീരാത്ത നഷ്ടങ്ങളാണ്. ഇതൊക്കെ ചെയ്തതാരാ? ജിഹാദികളിലെ മുസ്ലിങ്ങളാണില്ലേ? തീവ്രവാദികൾ മുസ്ലിങ്ങളാണ്, ഭീകരവാദികളല്ലേ? ഇത് മുഴുവൻ കൊന്നത് ക്രിസ്ത്യാനികളാണ്. തീർന്നില്ല. 2-ാം ലോക മഹായുദ്ധം എന്ന പേരിൽ 1939 മുതൽ 45 വരെ നടന്ന യുദ്ധം. 1 കോടിയിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. 1,06,00,000 ആളുകൾ നേരിട്ടും അല്ലാതെ കോടിക്കണക്കിന് ആളുകളും കൊല്ലപ്പെട്ടു 2-ാം ലോക മഹായുദ്ധത്തിൽ. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറയുന്ന അമേരിക്കൻ ഭീകര ഭരണകൂടം 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ 8:15 കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി തയ്യാറായി ബസ് കാത്തു നിൽക്കുമ്പോൾ അമ്മമാര് ആ കുട്ടികളെ യാത്രയാക്കാൻ വണ്ടിയിൽ കയറ്റാൻ കാത്തു നിൽക്കുന്ന സമയത്ത് അമേരിക്ക ഹിരോഷിമയിൽ കൊണ്ടുപോയിട്ട ഒറ്റ ആറ്റം ബോംബിന്റെ ഫലമായിട്ട് 1/2 മിനിറ്റ് കൊണ്ട് 70,000 മനുഷ്യരാണ് ഉരുകിയില്ലാതായത്. ഉരുകിത്തീരുകയാണ് ചെയ്തത്. അവരുടെ ശവം ആർക്കും അടക്കേണ്ടി വന്നില്ല. ഇത് ചെയ്തത് ആരാ? മുസ്ലിങ്ങളാ? ഇറാനാ? ഇറാഖാ? അഫ്ഗാനിസ്ഥാനാ? താലിബാനാ? ബൊക്കോ ഹറാമ? ISIS? മുഴുവൻ ചെയ്തത് അമേരിക്കയാണ്. തീർന്നില്ല. വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി നാഗസാക്കിയിൽ അതേപോലെ മറ്റൊരു ആറ്റം ബോംബ് കൊണ്ടുപോയി ഇട്ടു. ഇതാണ് 2-ാം ലോക മഹായുദ്ധത്തിന്റെ സമാപനമാണിത്. ആ ഒറ്റ ബോംബിലൂടെ 39,000 ആളുകൾ കത്തിത്തീർന്നു. മാത്രമല്ല 1,00,000 ആളുകൾ ഇഞ്ചിഞ്ചായി മരിച്ചു. അതിന്റെ ശേഷവും ഇന്നും അതിന്റെ റേഡിയേഷൻ ജപ്പാനിൽ അവസാനിച്ചിട്ടില്ല. ആ അണു നാശം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതൊക്കെ ചെയ്ത മഹാപാപികൾ തീർന്നില്ലല്ലോ. വിയറ്റ്നാമിൽ കൊണ്ടുപോയിട്ട് ലോകത്ത് ഒരു കാലത്തും ആ നാട് നന്നാവാത്ത വിധമുള്ള മാരകാണവായുധങ്ങളാണ് വിയറ്റ്നാമിൽ കൊണ്ടുപോയി അമേരിക്ക വെതറിയത്. ആ നാടിനെ നശിപ്പിച്ചോ, മനുഷ്യന്മാരെ മുഴുവൻ കൊന്നു. എന്നിട്ട് അമേരിക്ക എന്ത് നേടി? ഒന്നും നേടിയില്ല. അത് കഴിഞ്ഞു ഇറാഖിൽ കൊണ്ടുപോയി വാരി വതറി ബോംബുകൾ, നാട് കുട്ടിച്ചോരാക്കി. അതേപോലെ അഫ്ഗാനിലെ, അതേപോലെ ഫലസ്തീനിലെ കുഞ്ഞു മക്കളെ കൊന്നുകൂട്ടി. ഇതൊക്കെ ചെയ്തത് ആരാ? മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരവാദികൾ ആണോ? ക്രിസ്തീയ ഭീകരവാദികളാണ് ഇതിന്റെ മുഴുവൻ പിന്നില്. ക്രിസ്തു മതത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഈ അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ട് ലോകത്ത് കോടിക്കണക്കിന് ആളുകളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു ഭരണകൂടമാണ്, ഒരു വിഭാഗമാണ് മതം. അതാ ഉൽമ.
അതുകൊണ്ട് മഹാനായ അത് തന്നെയാണ് മഹാനായ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, മതങ്ങളുടെ അക്രമത്തിൽ നിന്ന് ജനങ്ങളെ ഇസ്ലാമിന്റെ സമത്വത്തിലേക്ക്, നീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചത് എന്ന് മഹാനായ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും ആ നിലപാട് മാറ്റിയിട്ടില്ല. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിലെ പിഞ്ചു കുട്ടികളെ, 150 സ്കൂൾ വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളെ അതിനിഷ്ഠൂരമായിട്ട് കൊന്നുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. എന്തുകൊണ്ട്? ജൂതന്മാരുടെ ബാലി എന്ന് പറയുന്ന വിഗ്രഹത്തിന് പെൺകുട്ടികളെ ബലിയർപ്പിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് അത്ര അവരുടെ വിശ്വാസം. അപ്പൊ അവരുടെ മക്കളെ ബലിയർപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ മുസ്ലിം പെൺകുട്ടികളെ ബലിയാക്കിയിട്ടാണ്, ബാലി എന്ന് പറയുന്ന വിഗ്രഹത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് 150-ലധികം മുസ്ലിം പെൺകുട്ടികളെ ആദ്യമായിട്ട് ഇറാനിൽ കൊന്നത്. ഇതൊക്കെ ചെയ്യാൻ പ്രചോദനം അവർക്ക് ക്രിസ്തു മതമാണ്. അവരൊക്കെ ക്രിസ്ത്യാനികളാണ്. അവരെല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ്. ഈ വൃത്തികെട്ട, ഈ ദുഷ്ടന്മാരായ, ഈ ഭീകരവാദികളായ ഭരണകൂടം ഇവർ ചെയ്യാത്ത വൃത്തികേടില്ല. 10-12 വയസ്സുള്ള ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് രസിച്ച ദുഷ്ടനാണ് അമേരിക്ക ഭരിക്കുന്ന ട്രംപ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ജീവി. അത് മനുഷ്യനല്ലല്ലോ. ഇതാണ് ലോകം. ഈ ലോകക്രമമാണ് മാറേണ്ടത്. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇവരുടെ ഈ ദുഷ്ടത്തരം ഇവരാഗ്രഹിക്കുന്നത് എന്താ? ലോകത്ത് നന്മ ഉണ്ടാവാൻ പാടില്ല, സാഹോദര്യം ഉണ്ടാവാൻ പാടില്ല, സമത്വം ഉണ്ടാവാൻ പാടില്ല, മനുഷ്യത്വം ഉണ്ടാവാൻ പാടില്ല. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവർ അല്ലാഹുവിന്റെ ദീനിനെ ഇല്ലാതാക്കാനാണ് യുദ്ധം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ദീനാണ് അവർക്ക് പ്രശ്നം. അത് തിരിയാത്ത സുഖലോലുപന്മാർ ലോകത്തുണ്ട്. സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, അബുദാബിയിലുണ്ട്. അതേപോലെയുള്ള രാഷ്ട്രങ്ങളിൽ മുസ്ലിം പേരുള്ള ഒരുപാട് സുഖിയന്മാര് ലോകത്തുണ്ട്, കുറെ ഭരണാധികാരികൾ. അവർക്ക് സുഖമാണ് വലുത്, അവർക്ക് അവരുടെ സമ്പത്താണ് വലുത്, അവർക്ക് അവരുടെ ഭാര്യയും മക്കളുമാണ് വലുത്. ഇസ്ലാം നശിക്കുന്നത് അവർക്കൊരു പേടിയുള്ള കാര്യവുമൊന്നുമല്ല, അവർക്ക് പ്രശ്നമല്ല. ഇത് നേരിടാൻ, ഇത്തരം ഒരവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ബദർ എന്ന് പറയുന്ന ആ രണാങ്കണത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല ബദർ യുദ്ധത്തിന് വേണ്ടി ചെയ്ത പണി എന്താ? ഇസ്ലാമിനെ നിലനിർത്താൻ, ലോകത്ത് സാഹോദര്യമുണ്ടാക്കാൻ, സമാധാനത്തിന്റെ മതമുണ്ടാക്കാൻ, സാഹോദര്യ ബോധമുണ്ടാക്കാൻ, ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ കൊലപാതകങ്ങളും അക്രമങ്ങളും ഇല്ലാത്ത ഒരു ലോകമുണ്ടാക്കാൻ അല്ലാഹു തആല ബദർ യുദ്ധം ഒരു മാതൃകയാക്കി വെച്ചതാണ്. ആളെ കൊല്ലാനല്ല. ബദർ യുദ്ധം കൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ എത്രയാ? യുദ്ധത്തിന്റെ ഏകദേശ കണക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 17 മുസ്ലിമീങ്ങളും 70 മുശ്രിക്കുകളുമാണ്. അതിനെയാണ് വലിയ യുദ്ധം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ് ഇത്, ബദർ യുദ്ധം. അത് ആവശ്യമാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽപ്പെട്ട ഹെഗൽ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡെവലപ്മെന്റ് ഈസ് ദ സ്ട്രഗിൾ ഓഫ് ഓപ്പോസിറ്റ്. ഈ മക്കയിലെ മുശ്രിക്കുകളോട്, ആ ട്രംപിനോട്, അബൂജഹലിനോട്, ഫിറഔനിനോട്, നമ്രൂദിനോട്, കാറൂനിനോട് ഏറ്റുമുട്ടേണ്ട ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം. അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് രക്തം ഭൂമിയിൽ വീഴണം. ആ രക്തത്തിലൂടെയാണ് ലോകത്ത് വിപ്ലവം വിജയിക്കുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് ഹെഗൽ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് ബദർ യുദ്ധത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാതെ ഇന്നത്തെ യുദ്ധം പോലെ ആളുകളെ കൊല്ലാനുള്ള യുദ്ധമല്ല. സത്യനിഷേധികളുടെ തലവന്മാരെ തലയറുത്ത് മാറ്റിയെങ്കിലും ലോകത്ത് കൊലപാതകമില്ലാത്ത ഒരു യുദ്ധം നടത്താൻ പഠിപ്പിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആകെ കൊല്ലപ്പെട്ടത് 14 മുസ്ലിമീങ്ങളും 70 മുശ്രിക്കുകളുമാണ്. ഞാൻ നിർത്തട്ടെ. അല്ലാഹു തആല ശരീരമാണ് ആവശ്യപ്പെട്ടത്. ബദരീങ്ങൾ എന്ന് പറയുന്നവരോട് അല്ലാഹു ആവശ്യപ്പെട്ടത്, ഇഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, നിങ്ങളുടെ ശരീരം എനിക്ക് തരിക, വ അംവാലഹും, നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ മുതലും നിങ്ങളുടെ ഒക്കെ എനിക്കങ്ങോട്ട് തരിക. എന്നിട്ടോ ബിഅന്ന ലഹുമുൽ ജന്ന, പകരം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. ഇതാണ് അല്ലാഹു തആല ബദരീങ്ങളോട് പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പൊ അതന്നെ പ്രശ്നം. നമ്മൾക്ക് എന്താ പ്രശ്നമുള്ളത്? അള്ളാഹ്ക്ക് എന്ത് വേണമെങ്കിൽ 20 അല്ല 200 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ പറഞ്ഞാലും ഞങ്ങൾ നിസ്കരിക്കാം.
എന്നാൽ യുദ്ധം ഉണ്ടായാൽ ഞങ്ങളുടെ മക്കളൊക്കെ ഗൾഫിലല്ലേ, മക്കൾക്ക് ക്ഷീണം വരൂലേ, കുടുംബം പട്ടിണിയാവൂലേ, കച്ചവടം മുടങ്ങൂലേ, സൂപ്പർ മാർക്കറ്റ് പൊട്ടേണ്ടി വരൂലേ, എണ്ണ കിട്ടാണ്ടാവൂലേ. ഇത് തന്നെയാണ് അന്നത്തെ അബൂജാലും ഉത്തുബത്തും ഷൈബത്തൊക്കെ പേടിച്ചത്. നമുക്ക് ആ സ്വഭാവങ്ങളാണ് അപ്പം ഉള്ളത്. നമുക്ക് ഇസ്ലാം എപ്പോൾ വലുതായി തോന്നുന്നുവോ, നമ്മുടെ കച്ചവടത്തിനേക്കാളും നമ്മുടെ മുതലിനേക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സന്താനത്തെക്കാളും അള്ളാഹിനെക്കാളും അവന്റെ റസൂലിനേക്കാളും ഈ കച്ചവടവും ഈ മുതലും ഈ വീടും ഈ കൃഷിയുമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളി, നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവന്ന് തന്നോളാം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാ ഈ വരുന്നത്. നമ്മൾ അങ്ങനെ ആവരുത്. നമുക്ക് ദീനാവണം വലുത്, അള്ളാഹുവും റസൂലും ആകണം വലുത്. അങ്ങനെ വന്നാൽ അല്ലാഹു തആല ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാത്തില, അല്ലാഹു തആല സത്യത്തെ ഉറപ്പിക്കാനും ബാത്തിലിനെ ദുർബലപ്പെടുത്താനും വേണ്ടി അല്ലാഹു തആല യുദ്ധം ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അല്ലാഹു തആല ആരെയെങ്കിലും കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അത് ഇനി ഷിയാക്കളല്ലേ, അവർ ഷഹീദാകൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട ആൾക്കാർ ചെയ്യാതാകുമ്പോൾ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്നവരെ അല്ലാഹു തആല ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വലൗ കരിഹൽ മുജ്രിമൂൻ. ആ വിഷയത്തിൽ ഇനി സൗദി അറേബ്യയും മുജ്രിമീങ്ങളൊക്കെ വെറുത്താലും, സൗദി അറേബ്യയിലെ രാജാവും ഖത്തറിലെ രാജാവും UAE രാജാവും അതുപോലെയുള്ള രാജാക്കന്മാരൊക്കെ വെറുത്താലും, പരിശുദ്ധ ഖുർആൻ പറയാ വലൗ കരിഹൽ മുജ്രിമൂൻ, പാപികളൊക്കെ വെറുത്താലും അല്ലാഹു തആല ചെയ്യേണ്ട പണി ചെയ്യും. അവന്റെ ദീനിനെ, സത്യത്തെ, സാഹോദര്യത്തെ, സമത്വത്തെ, ധാർമ്മിക സദാചാര മൂല്യങ്ങളെ ലോകത്തുണ്ടാക്കി തീർക്കാൻ ഈ ദുഷ്ട ഭരണാധികാരികളെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യും. അതാണ് ബദരീങ്ങളുടെ വലിപ്പം. അവർ ചെയ്ത പണി അതാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. ദാനത്തിലദൈഹിം റികാബുൽ കുഫ്രി വദതറബത് ലിസൗലതിൻ മിൻഹുൽ അബ്താലു വൽ ബുസറ ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽസാദത്തുൻ കുബ്റ. അവരെ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് വിറയലുണ്ടാവും. എന്തുകൊണ്ട്? അവർക്കുള്ള പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. അവർ മരണം പേടിക്കാത്തവരാണ്. നമ്മളോ മരണം പേടിക്കുന്നവരുമാണ്. മരണം പേടിക്കാത്തൊരു വിഭാഗം ഇന്ന് ലോകത്തുണ്ട്. അതാണ് അല്ലാഹു തആല ഇറാനികൾക്ക് കൊടുത്ത പ്രത്യേകത. അവരെ മരണം കൊല്ലും പറഞ്ഞ് പേടിപ്പിച്ചാൽ പേടിക്കുന്ന വിഭാഗം അല്ലാതെ, അവരോട് കൊല്ലുന്നും പറഞ്ഞിട്ട് തോക്ക് നെഞ്ഞത്തിക്ക് ചൂണ്ടിപ്പിടിച്ചിട്ട് പറഞ്ഞാലും അവർ പറയും ആഹാ നല്ല സുഖമല്ലേ കൊന്നളാ പറയും. മരണം പേടിക്കാത്തൊരു വിഭാഗമാണ് ബദരീങ്ങൾ. ആ സ്വഭാവമാണ് അവർ സ്വീകരിച്ചത്. ഞമ്മക്കിപ്പോ മരണം എന്ന് കേൾക്കണത് തന്നെ പേടിയാ, മരിക്കണതല്ല, മരണം എന്ന് കേൾക്കണതിന്റെ പേടി. നമ്മൾ എവിടേക്കും പോയി ഓടി ഒളിക്കുക, മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ അല്ലാഹ്ക്ക് വേണ്ട. ഉസാവും കൗസായി സെയിൽ, കരിവെള്ളപ്പാച്ചിലെ വൈക്കത്തുരുമ്പുകളെ പോലെ ദുർബലരായി നമ്മൾ മാറിയപ്പോ അല്ലാഹു തആല പകരം ചില ആളുകളെ കൊണ്ടുവരികയാണ്. അവരെ അല്ലാഹു തആല സഹായിക്കുക തന്നെ ചെയ്യും. അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. അവർക്ക് അല്ലാഹു തആല അധികാരം നൽകും. അവരെ അല്ലാഹു തആല ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നവരാക്കും. ആ നിലയിലേക്ക് അല്ലാഹു തആല അവരെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും. അല്ലാഹു തആല സത്യമായ ദീനിനെ നിലനിർത്തി അതിൻ്റെ മാർഗത്തെ അല്ലാഹു തആല ബലപ്പെടുത്തുമാറാവട്ടെ. സത്യത്തിൻ്റെ ശത്രുക്കളായ ദുഷ്ടന്മാരായ പാപികളായ ക്രൂരന്മാരായ കോടിക്കണക്കിന് ആളുകളെ കൊന്നുകൂട്ടിയ ആ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ക്രൈസ്തവർ ക്രൂരത ലോകത്ത് അവസാനിപ്പിക്കുമാറാവട്ടെ. ഈ മതങ്ങളുടെ അക്രമത്തിൽ നിന്ന് ദുർബലരായ മതവിശ്വാസികളെ രക്ഷപ്പെടുത്തി അവർക്ക് സ്വാതന്ത്ര്യവും സമത്വവും അവർക്ക് ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കാൻ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല കഴിവ് നൽകുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ